ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 14-ാം അധ്യായം 3-ാമത് വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടുമിരിക്കുന്നുവല്ലോ എന്നുള്ള വാക്കാണ്. രണ്ട് അതിപ്രധാനമായ വാക്കുകൾ ഈ വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഒന്ന്, മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. മറ്റൊന്ന്, മറ്റുള്ളവരെ വിധിക്കുവാനായിട്ടുത്സാഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചും ഈ വാക്യം ഓർപ്പിക്കുകയാണ്. നമുക്ക് മറ്റാരെയും വിധിക്കുവാൻ നിയമമില്ലെന്നും പ്രമാണമില്ലെന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത്: അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അവിടെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവരും നമ്മെ വിധിക്കാതിരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന വാക്കുകളാണ്. നാം കഴിക്കുമ്പോഴും നാം കൂട്ടായ്മകളിൽ സംബന്ധിക്കുമ്പോഴും നാം ദിവസങ്ങൾക്ക് പ്രാധാന്യത നൽകുമ്പോഴുമൊക്കെ മറ്റുള്ളവരും നമ്മെ ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നാം സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ എന്ന പദമാണ്. എന്നാൽ റോമലേഖനം 14-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത് തിന്നാതെ കണ്ട് ചിലത് അശുദ്ധമാണെന്നും പാടില്ലെന്നും അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് യോഗ്യമല്ലെന്നും പറയുമ്പോൾ അവരെ വിധിക്കുന്ന ചില ആളുകളെ ഈ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസ പ്രമാണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും കാലങ്ങൾക്കും ശബത്തിനും ഭക്ഷണം സംബന്ധിച്ച കാര്യങ്ങൾക്കുമൊക്കെ വളരെ കൃത്യമായ തലത്തിൽ ആ നിയമങ്ങളെ പാലിച്ചു മുൻപോട്ട് കടന്നു പോകുന്നതായ ആളുകളെ ധിക്കരിക്കുകയും വിധിക്കുകയും കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ വിധിക്കുവാനായിട്ടുള്ള യോഗ്യത എന്താണ്? കർത്താവായ യേശു മിശിഹയെ അവിടെ ഓർപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, പാപം ചെയ്ത ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് വരുമ്പോൾ കുനിഞ്ഞിരിക്കുന്ന മനുഷ്യൻ നുവർന്നിട്ട് കല്ലും വടിയുമായി നിൽക്കുന്നവരോട് പറഞ്ഞൊരു പദമുണ്ട്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ വിധിക്കുവാനും ശിക്ഷിക്കുവാനും യോഗ്യരല്ല, അതിന് നിങ്ങൾ തുനിയരുത് എന്ന പദമാണ്. ന്യായം വിധിക്കുവാൻ അർഹതയുള്ളത്, അധികാരമുള്ളത് ദൈവത്തിനാണെന്നോർത്ത് ഞാനും നിങ്ങളും മറ്റുള്ളവരെ വിധിക്കുന്നവരായിത്തീരാതെ നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി തീരണമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നോക്കി അവരെ ധിക്കരിക്കുകയോ അവരെ വിധിക്കുകയോ ചെയ്യുന്നവരായി നാം തീരാതെ നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മെ മറ്റുള്ളവരെ വിധിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് ഈ കാലഘട്ടങ്ങളിൽ മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നവരായിത്തീരുകയോ
മറ്റുള്ളവർ ഞങ്ങളെ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സൂക്ഷ്മിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമായി തീരുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.